നമസ്കാരം, ഞാൻ മോഹനൻപിള്ള. എല്ലാവർക്കും ഈസി ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദി ആനുവൽ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ആകുന്ന കുട്ടികൾക്ക് ഹിന്ദി പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള ചില ടിപ്സുകളിലൊന്നാണ്. മുൻവർഷങ്ങളിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പഠിക്കുന്നതിനോടൊപ്പം തന്നെ ശരിയായ രൂപത്തിൽ ഉത്തരം കണ്ടെത്താനുള്ള ചില ടിപ്സ് കൂടി നമ്മൾ ഇപ്പോൾ പഠിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചു വരുന്ന വിഭക്തി പ്രത്യയവും സർവനാമവും ചേർത്തെഴുതുന്ന രൂപമാണ്. പരീക്ഷയ്ക്ക് പല രൂപങ്ങളിലായിട്ടാണ് ഇത് ചോദിച്ചു വരുന്നത്. ഒന്നുകിൽ തന്നിരിക്കുന്ന പാസേജിൽ നിന്ന് സർവനാമം കണ്ടുപിടിച്ചെഴുതുക, അതുമല്ലെങ്കിൽ സർവനാമവും വിഭക്തി പ്രത്യയവും ചേരുമ്പോഴുള്ള ശരിയായ രൂപം ഏതെന്ന് ചോയ്സ് തരും, അതിൽ നിന്ന് കണ്ടെത്തുക. ഇത്തരത്തിലുള്ള ഏത് ചോദ്യം ചോദിച്ചാലും നമ്മൾ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 1 മാർക്കിന്റെ ഈ ഒരു ചോദ്യത്തിന് മാത്രം വേണ്ടിയല്ല, സ്വന്തമായി സെന്റൻസ് എഴുതുന്നതിനും സെന്റൻസുകൾ വായിച്ച് അർത്ഥം മനസ്സിലാക്കുന്നതിനും ഇത് ഉപകരിക്കും. നമുക്ക് അടിസ്ഥാനപരമായ ടിപ്സ് പരിശോധിക്കാം. ഇനി പറയുന്നത് കോമണായി എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ചില ടിപ്സാണ്. ഇത് ബൈഹാർട്ടാക്കിയാൽ മാത്രമേ നമുക്ക് സ്വന്തമായി സെന്റൻസുകൾ എഴുതുന്നതിനും സെന്റൻസുകൾ വായിച്ച് മനസ്സിലാക്കുന്നതിനും സാധിക്കുകയുള്ളൂ. നമ്മൾ അറിയേണ്ടതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതും സർവനാമങ്ങളായ യ, വ, യേ, വേ, മെയും, ഹം, തു, തും, ആപ്, ജോ, സോ, കോൻ, കൊയ്, ക്യാ, കുച്ച് ഇവയോടൊപ്പം പരസർഗങ്ങൾ അല്ലെങ്കിൽ വിഭക്തി പ്രത്യയങ്ങളായ നേ, കോ, സേ, കാ, കേ, കി, മേം, പെർ, കേലിയെ ഇവ എങ്ങനെ ചേർക്കാമെന്നുള്ളതാണ്. പ്രധാനമായും അറിയേണ്ടത് യഹ്, വഹ്, യേ, വേ എന്ന സർവനാമങ്ങളോടൊപ്പം പ്രത്യയങ്ങൾ ചേർക്കുമ്പോഴാണ്. പ്രത്യയങ്ങൾ ചേർക്കുമ്പോൾ യഹ്, യേ, അതായത് യായിൽ അവസാനിക്കുന്നവയോട് ഈയും, വഹ്, വേ, അതായത് വായിൽ അവസാനിക്കുന്നവയോട് ഊവും ചേർത്ത് തുടങ്ങണം. അതുപോലെ സിംഗുലർ വരുമ്പോൾ ഈ ഈക്ക് ശേഷം സാ ചേർക്കണം. പ്ലൂറൽ ആണെങ്കിൽ ഈ, ഉ ഇവയ്ക്ക് ശേഷം നാ ചേർക്കണം. അത് എല്ലാ സർവനാമങ്ങൾക്കും കോമൺ ആയിട്ട് വരുന്നതാണ്. ഇവിടെ ഞാനൊരു ചാർട്ട് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതെല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചും മറ്റും പഠിക്കണം, കയ്യിലില്ലാത്തവർ. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ടെക്നിക്ക് വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് നന്നായി എളുപ്പം പഠിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നമുക്ക് പരിശോധിക്കാം. യഹ് പ്ലസ് ക, യായിലാണ്, അതുകൊണ്ട് ഈ വരണം. സിംഗുലർ ആയതുകൊണ്ട് സ, പിന്നീട് പ്രത്യയമായ ക അതുപോലെ ചേർത്താൽ മതി. അപ്പോൾ യഹ് പ്ലസ് ക ഇസ് ക. അപ്പോൾ വഹ് പ്ലസ് ക വാ വന്നു, അപ്പോൾ അതുകൊണ്ട് ഊ വരണം. സിംഗുലർ ആയതുകൊണ്ട് സാ വരണം. പ്രത്യയം അതുപോലെ എഴുതണം. അപ്പോൾ ഉസ്ക. ഇനി അടുത്തത് എ പ്ലൂറലാണ്, അതുപോലെ തന്നെ യാ വന്നിട്ടുള്ളത് കൊണ്ട് ഈ, പ്ലൂറൽ ആയതുകൊണ്ട് ന, പ്രത്യയം അതുപോലെ എഴുതുക. അപ്പോൾ ഇൻക, എ പ്ലസ് ക ഇൻക, വേ പ്ലസ് ക ഉൻക. അതുപോലെ വ്യത്യസ്തമായ മറ്റ് സർവനാമങ്ങളാണ് മയും, ഹം, തു, തും. ഇവയുടെ പ്രത്യയം ചേർക്കുമ്പോൾ ഇപ്പോൾ കാ ചേർക്കുമ്പോൾ മയും പ്ലസ് ക മേര, ഹം പ്ലസ് ക ഹമാര, തു പ്ലസ് ക തേര, തും പ്ലസ് ക തുമാര. ഇങ്ങനെ വരും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കോ എന്ന് പറയുന്ന പ്രത്യയം വരുമ്പോൾ നമ്മൾ സർവനാമങ്ങൾ വരുമ്പോൾ ചില പ്രത്യേകതകളുണ്ട്. മൈം പ്ലസ് കോ, മുച്ചുക്കോ എന്ന് നമുക്ക് പറയാം, പക്ഷേ മുച്ചേ എന്നും ചോദിക്കും. അപ്പോൾ മുച്ചേ എന്നും മുച്ചുക്കോ എന്നും ഉണ്ട്. അതിൽ ഹം പ്ലസ് കോ, ഹം കോ അല്ലെങ്കിൽ ഹമീം. തു പ്ലസ് കോ, തുച്ചുക്കോ അല്ലെങ്കിൽ തുച്ചേ. തും പ്ലസ് കോ, തും കോ അല്ലെങ്കിൽ തുമേം. യഹ് പ്ലസ് കോ, ഇസ്കോ അല്ലെങ്കിൽ ഇസേ. വൗ പ്ലസ് കോ, ഉസ്കോ അല്ലെങ്കിൽ ഉസേ. എ പ്ലസ് കോ, ഇൻകോ. അവിടെ നമ്മൾ ഓർക്കണം, പ്ലൂറൽ ആയതുകൊണ്ട് നാ വരുന്നു. ഇൻകോ അല്ലെങ്കിൽ ഇനേം. വേ പ്ലസ് കോ, ഉൻകോ അല്ലെങ്കിൽ ഉനേം. ഇത്രയും കാര്യങ്ങൾ അടിസ്ഥാനപരമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിലാക്കാൻ പറ്റൂ. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പരിശോധിക്കാം, അവയുടെ ഉത്തരങ്ങൾ. നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് 2021 മാർച്ച് മാസത്തിൽ നടന്ന SSLC പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്.
ഇതിൽ ആദ്യത്തെ സൂചനയിൽ തന്നിരിക്കുന്ന ബീർ ബഹൂട്ടി എന്ന് പറയുന്ന കഹാനിയുടെ ഒരു ഭാഗം വായിച്ചിട്ട് അതിൽ നിന്ന് എഴുതാനുള്ള ചോദ്യത്തിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതിലെ രണ്ടാമത്തെ ക്വസ്റ്റനായിട്ട് ചോദിക്കുന്നു, മേരെ മേം നിഹിത് സർവനാം കോൻസാഹെ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അതിലെ മേരെ നമ്മൾ പറഞ്ഞു മൈം പ്ലസ് കെ ആണ് മേരെ. അപ്പോൾ ഇതിൽ മൂന്നാമത് കിടക്കുന്ന മയും ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ 2023 ഫെബ്രുവരി മാസത്തിൽ നടന്ന SLC മോഡൽ എക്സാമിനേഷൻ്റെ ചോദ്യപേപ്പറാണ്. അതിൽ 11ാമത്തെ ചോദ്യമായി ചോദിച്ചിരിക്കുന്നു. അതായത് അയാം കലാം കെ ബഹാനെ എന്ന് പറയുന്ന പാഠത്തിൻ്റെ പാസേജ് എന്ന് അതിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. 11ാമത്തെ ചോദ്യം ഇതാണ്, സഖി വികൽപ്പ് ചുൻകർ ലിഖെ. ശരിയായ വികൽപ്പ് തിരഞ്ഞെടുത്തെഴുതാനാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തത് മയും പ്ലസ് ക മുച്ചേ എന്ന് പറഞ്ഞിരിക്കുന്നു, തെറ്റാണ്. മയും പ്ലസ് കോ മുച്ചേ അല്ലെങ്കിൽ മുച്ചുക്കോ, നമ്മളത് പ്രത്യേകം ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ രണ്ടാമത് കൊടുത്തിരിക്കുന്ന മയും പ്ലസ് കോയാണ് ശരിയായ ഉത്തരം. അടുത്തത് 2023 മാർച്ച് മാസത്തിൽ നടന്ന SLC എക്സാമിനേഷൻ്റെ ചോദ്യമാണ്. അതിൽ അയാം കലാം കെ ബഹാനെ എന്ന പാസേജിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ മൂന്നാമത്തെ ചോദ്യമായി ചോദിച്ചിട്ടുള്ളത് വേ പ്ലസ് കെ. ആദ്യത്തെ ഉസ്കെ എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. വേ പ്ലസ് കെ ഉൻകെയാണ്, പ്ലൂറലായതുകൊണ്ട് നാ ചേർക്കണം. അടുത്തത് ബ പ്ലസ് കെ ഉസ്കെ, അത് ശരിയാണ്, സിംഗുലർ ആയതുകൊണ്ട് സാ ചേർത്തു. അടുത്ത ചോദ്യം 2022-23 സെക്കൻഡ് ടൈമിലേക്ക് ചോദിച്ച ചോദ്യമാണ്. അതിൽ സബ്സെ ബഡ ഷോമാൻ എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിലെ നാലാമത്തെ ചോദ്യമായി ചോദിച്ചിരിക്കുന്നു സഹി വികൽപ്പ് ചുൻകർ ലിഖെ. അപ്പം അതിലെ എ പ്ലസ് കെ ഇസ്കോ തെറ്റാണ്. യവ് പ്ലസ് കെ ഇസ്കോ തെറ്റാണ്. യവ് പ്ലസ് കോ ഇസ്കോ അല്ലെങ്കിൽ ഇസെ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 1 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിലും നമുക്ക് പലതരത്തിൽ ഉപകരിക്കുന്നതും സ്വന്തമായി സെൻറ്റൻസ് ഒക്കെ നമുക്ക് എഴുതേണ്ടതിന് വേണ്ടിയും ഇത് വളരെ ഉപകാരപ്പെടുന്നതായതുകൊണ്ട് ഇത് നല്ല രീതിയിൽ പഠിക്കണം. നമുക്ക് ഇതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ഓരോ ചോദ്യങ്ങളും വിശദമായി ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോകൾ ഞാൻ ഇടുന്നതാണ്, റിവിഷനായി ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണം. നന്ദി, നമസ്കാരം.